അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മുഖവും വെച്ച് ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കാം. സാർ ഒന്ന് കംപ്ലീറ്റ് സാർ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഞാൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതിന് സാറിന് മറുപടി വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മലയാളികളുടെ തലച്ചോറിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി, എന്താണ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. ശരി, എനിക്ക് മനസ്സിലായി. ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്? സാർ, അത് കോപ്രായം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അത് സാറിന് അങ്ങനെ തോന്നാം, വേറെ ആൾക്ക് അതോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് ഇവർ സന്തോഷം കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നു. സാർ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ സാറിന്റെ സിനിമയിൽ സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ, കുറെ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. സാർ, ആ സിനിമയിൽ കലയില്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥ കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടത്. എന്റെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം 100 ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പരാജയപ്പെട്ടാണ്. ഇല്ല, അതിൽ സന്തോഷത്തിന്റെ കണക്ക് തെറ്റിയിരിക്കുന്നു. എന്റെ പരാജയല്ലേ? ആ പരാജയമാണ്. പക്ഷെ എന്റെ 5 പൈസ നഷ്ടമില്ല. എന്നിട്ടും എന്റെ പ്രൊഡ്യൂസറിന് 2 കോടി പ്രോഫിറ്റ് കിട്ടിയ പടമാണ് ഈ 71. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫ്ലോപ്പാണ്. ഞാൻ ആ സിനിമ എടുക്കുന്ന സമയത്തും എൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് 10.25 കോടിയായിരുന്നു. 10 കോടി എന്നുള്ള ബജറ്റിൽ പോയിട്ട് അത് 10.25 സാർ ഈ ബിസിനസ്സൊക്കെ ചിന്തിക്കും. കാരണം ഞാൻ വിചാരിച്ചു സാർ വെറും കല 24 മണിക്കൂർ കലയെക്കുറിച്ച് മാത്രം. കലയുടെ കൂട്ടത്തിൽ നമ്മൾ ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നിർമ്മാതാവ് ആത്മഹത്യ, അതോടെ പിന്നെ രണ്ടാമത്തെ സിനിമ തരും. അത് തന്നെ. ഇപ്പൊ ഈ 10 എന്നുള്ളത് 10.25 എന്നുള്ള ബാദുഷ എന്ന് പറയുന്നത് സാറേ 25 അധികമായി. നമ്മുടെ ഇത്രയും കാലം കുറച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പടത്തിന് മുമ്പ് നമ്മളിപ്പോൾ ഓൾറെഡി ബിസിനസ്സാക്കി 9.5 കോടി അയാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ എങ്ങനെയായാലും നമ്മുടെ പടത്തിൻ്റെ ഒരു ഓളമുണ്ട്. ഒരു 19 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ഷെയർ കിട്ടിയാൽ നമ്മൾ ഈക്വലായിരുന്നത്. അത് ഷെയർ കിട്ടിയത് എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ ഷെയർ എന്ന് പറയുന്നത് 79 ലക്ഷമായിരുന്നു. രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 54 അങ്ങോട്ട് പടക്കുന്നത്. എൻ്റെ ജനറലി ഹിറ്റാവുന്ന പടം എന്ന് പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം ഈ 79-80 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അത് ആദ്യത്തെ ദിവസം എനിക്കറിയാം. ലാസ്റ്റ് 6 അരമണിക്കൂർ ഉണ്ടായിരുന്ന ക്ലൈമാക്സ് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അത് എൻ്റെ മിസ്റ്റേക്കോ പ്രൊഡ്യൂസറുടെ മിസ്റ്റേക്കോ ആരുടെ ആയിക്കോട്ടെ, ഞാൻ ഫസ്റ്റ് കോപ്പി കാണാതെ പടം റിലീസ് ചെയ്യേണ്ടി വന്നു. കാരണം പ്രൊഡ്യൂസർക്ക് ആ ദിവസം തന്നെ റിലീസ് ചെയ്യണം. ഞാൻ പറയും പടം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അന്ന് ഒരു പടം പിടിച്ചു, ആരുടെ പ്രശ്നമായാലും ശരി ഞാൻ അയച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ പിക്കറ്റ് 43 ആണെങ്കിലും ശരി, ആകെ 22 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് 2:80 പടം തീർത്തു. അത് ഞങ്ങൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ 3:30 ഞങ്ങൾ സാറ്റലൈറ്റ് കൊടുത്തു കഴിഞ്ഞു. സോ ഞാൻ എപ്പോഴും കൊമേഴ്ഷ്യലി നോക്കും. ഇപ്പോൾ അമിതാഭ് ബച്ചനെ വെച്ച് പടത്തിനകത്താണെങ്കിലും 5 പൈസ വാങ്ങിക്കാതെയാണ് അമിത്ജി ആ പടം ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റൂമും ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3 ലക്ഷത്തിൻ്റെ ബില്ല് വന്നു ഊട്ടിയിൽ. അദ്ദേഹം ഹോട്ടലിൻ്റെ കൗണ്ടറിൽ പോയി നിൽക്കുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അവസാനം ലിറ്ററലി കാൽ പിടിച്ചു.